നമസ്കാരം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണയും ഭർത്താവ് അശ്വിനും തങ്ങളുടെ മകൻ നിയോം അശ്വിൻ കൃഷ്ണയുടെ നൂലുകെട്ട് ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കുടുംബത്തിലെ ഏതൊരു ചെറുതും വലുതുമായ ചടങ്ങും അത്യാവശ്യം ആഡംബരമായി തന്നെ ഈ കുടുംബം നടത്തുന്നത് കൊണ്ട് തന്നെ ഇനി ഈ ഒരു ചടങ്ങ് കഴിയുന്നതുവരെ പ്രേക്ഷകർ ആകാംക്ഷയിലായിരിക്കും. ഇത് ഉറപ്പാണ്. മകന്റെ നൂലുകെട്ട് ചടങ്ങിനായി ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണമാണ് ദിയയും കുടുംബവും ചേർന്ന് വാങ്ങിയത്. തന്റെ യൂട്യൂബ് ചാനലിലൂടെ സ്വർണം വാങ്ങാൻ പോകുന്നതിന്റെ വിശേഷങ്ങൾ ദിയ പങ്കുവച്ചു. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ്. ഓമയ്ക്ക് ആദ്യമായി സ്വർണം ലഭിച്ചത് കൃഷ്ണകുമാറിന്റെ ഡ്രൈവറായ മനോജും ഭാര്യയും നൽകിയ സ്വർണ്ണ മോതിരമായിരുന്നുവെന്ന് വീഡിയോയിൽ ദിയയുടെ അമ്മ സിന്ധു വ്യക്തമാക്കുന്നുണ്ട്. സിന്ധുവിന്റെ തന്നെ പ്രത്യേക നിർദ്ദേശപ്രകാരം പണിയിപ്പിച്ച വള, തള, മാല, അരഞ്ഞാണം തുടങ്ങിയവയാണ് ഓമിക്കായി വാങ്ങിയിരിക്കുന്നത്. കുഞ്ഞിനുള്ള ആഭരണങ്ങൾക്ക് പുറമെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നെക്ലസും ദിയ വാങ്ങി. ഇഷാനി, ഹൻസിക, ഓസി, സിന്ധു, അഹാന, അശ്വിന്റെ അമ്മ തുടങ്ങിയവരെല്ലാം ഓമിക്കായി ആഭരണങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ലക്ഷങ്ങളുടെ ആഭരണം വാങ്ങിയെങ്കിലും ആകെ വില എത്രയാണെന്ന് ദിയ കൃഷ്ണയോ സിന്ധു കൃഷ്ണയോ വ്യക്തമാക്കിയിട്ടില്ല. ജ്വല്ലറിയുടെ പ്രത്യേക ഗിഫ്റ്റും പർച്ചേസിന് നടത്തിയിട്ടുണ്ട്. ജ്വല്ലറിയിൽ നിന്നും നേരെ ടെക്സ്റ്റൈൽസിലേക്കാണ് മകന് ബേബി മുണ്ട് വാങ്ങിക്കാനായി കുടുംബം പോകുന്നത്. കുറെ നാളുകൾക്ക് ശേഷം പുറത്തിറങ്ങിയ ആൾക്കാരുമായി മിങ്കിൾ ചെയ്തപ്പോൾ തലവേദനയും ക്ഷീണവും അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നു. കുഞ്ഞിന്റെ മുഖം നൂലുകെട്ട് ദിവസം പുറത്തു വിടില്ലെന്നും അത് മറ്റൊരു സ്പെഷ്യൽ ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണെന്നും ദിയ വ്യക്തമാക്കി. അതേസമയം തന്റെ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയതിനു ശേഷം ഒളിവിൽ പോയവരോടായി ഒരു കാര്യവും ദിയ പറയുന്നുണ്ട്. ഈ വ്ലോഗ് വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എടുത്തുകൊണ്ട് പോയ പകുതി പൈസയെങ്കിലും തന്നാൽ ഇവിടെ നിന്ന് കുറച്ച് ജ്വല്ലറി കൂടി വാങ്ങിക്കുന്നതായിരിക്കും. ആരെങ്കിലും ഇത് അവരെ അറിയിക്കേണ്ടതാണ് എന്നാണ് ദിയ ചിരിച്ചുകൊണ്ട് പറയുന്നത്. അതിനിടെ വിനീത, രാധു എന്നിവരുടെ മുൻകൂർ ജാമ്യ അപേക്ഷയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയത്. 3 ജീവനക്കാരികൾക്കെതിരെയായിരുന്നു ദിയയുടെ പരാതി. ഇതിൽ 2 പേരാണ് കോടതിയെ സമീപിച്ചത്. കേസിൽ ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ഇതും കൂടെ പരിഗണിച്ചാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്.